ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ ബാക്കിയാണെന്ന് വേണമെങ്കിൽ പറയാട്ടോ. അപ്പോഴേ ആദ്യം തന്നെ എല്ലാവരോടും ഞാനൊരു സോറി പറയട്ടെ. ഐ ആം റിയലി സോറി. എന്താണെന്നോ, നമ്മുടെ വീഡിയോസൊക്കെ ഇടാനായിട്ട് ഇച്ചിരി ലാഗിങ് ആവുന്നുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് അസൈൻമെൻറ്റ്സും മിഡ് ടൈം എക്സാംസും ഒക്കെ ഈ സമയത്ത് നടക്കുന്നുണ്ട്. മിനിമം ഒരു ദിവസം 3 അസൈൻമെൻറ്റെങ്കിലും സബ്മിറ്റ് അടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എന്തായാലും പിന്നെ അസൈൻമെൻറ്റ്സ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്ത് പോകുമ്പോൾ നമുക്ക് വീഡിയോസ് എടുക്കാനുള്ള സമയം കുറഞ്ഞു വരുവാണ്. എങ്കിലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നിർത്തിപ്പോയില്ല കേട്ടോ, അത് വേറെ കാര്യം. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും കുറഞ്ഞു കൊണ്ട. നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാകുക, കട്ട സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം വെറക്കിലും വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നുണ്ട് കേട്ടോ. അതിൽ എന്താണെന്ന് ഞാൻ പറയുന്നില്ല, അതൊക്കെ സർപ്രൈസാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മൾ നമ്മുടെ സ്റ്റിപ്ലിംഗ് എന്നുള്ള മെത്തേഡ് വഴി ഒരു അടിപൊളി സെൽഫ് പോർട്രേറ്റ് ചെയ്യുന്ന വീഡിയോ ആണ്. ഇതിനകത്ത് ആദ്യം നമ്മൾ എന്താണ് സ്റ്റിപ്ലിംഗ് എന്ന് അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലോ ഐ ബട്ടണിലോ കമൻറ്റ് ബോക്സിലോ എവിടെയെങ്കിലും കയറി നോക്കി കഴിഞ്ഞാൽ നമ്മൾ ആ വീഡിയോയുടെ ലിങ്ക് ആഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കയറി നോക്കി കഴിഞ്ഞാൽ ആ വീഡിയോ കാണാനായിട്ട് സാധിക്കും. അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് സ്റ്റിപ്ലിംഗ് എന്നുള്ള മെത്തേഡ്, എങ്ങനെ അത് ചെയ്യാം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മെത്തേഡിൻ്റെ പേര് നിങ്ങൾ മറക്കണ്ട കേട്ടോ, സ്റ്റിപ്ലിംഗ്. ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ സ്ക്രിബ്ലിംഗ് എന്നാണ്. അപ്പോൾ അത് തിരുത്തിക്കൊണ്ട് നമ്മൾ വേറൊരു വീഡിയോ ചെയ്തായിരുന്നു കേട്ടോ. ആ വീഡിയോ കണ്ടവരായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാണാത്തവരാണെങ്കിൽ അതുകൊണ്ടൊന്ന് കയറി കണ്ടു നോക്കാം കേട്ടോ. അപ്പോഴേ ഇന്നപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ എങ്ങനെ സ്റ്റിപ്ലിംഗ് മെത്തേഡ് വഴി സെൽഫ് പോർട്രേറ്റ് ചെയ്യാം എന്നുള്ളൊരു കുഞ്ഞ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇത് ചെയ്തെടുക്കാൻ തന്നെ ഒരു ഏകദേശം നമുക്കറിയാലോ, ഏതൊരു ആർട്ട് വർക്ക് ചെയ്യാൻ നമുക്ക് ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ എത്ര സമയം വേണം എങ്കിലും ചിലവഴിക്കാൻ നമുക്ക് ഒരു മടി ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ ടൈം ലാപ്സിട്ടാട്ടോ നിങ്ങളെ കാണിക്കുന്നത്, കുറച്ച് പെട്ടെന്ന് നിങ്ങൾക്ക് ബോറടിക്കാതെ കാണാനായിട്ട്. എന്നാലും ഞാൻ ഈ ഒരു പെയിൻറ്റിങ് ഈ ഒരു ഡ്രോയിങ് ചെയ്തെടുത്തിട്ട് ഒരു 4 മണിക്കൂറിന് മേളിൽ എടുത്തു കേട്ടോ. എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി ടെക്നിക്കാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം, മറക്കണ്ട. ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ട് ട്രൈ ചെയ്ത പിക്ചർ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ട്, എന്നെ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട. എൻ്റെ പേരെല്ലാവരും അറിയാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഡിൻറ്റ് പി നോബിൾ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ട്രൈ പിക്ചർ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ സ്റ്റോറി ആയിട്ട് ഇടുമ്പോൾ എന്നെ ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ കഴിഞ്ഞിട്ടില്ല എങ്കിലും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അണേബിൾ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 4 മണിക്കൂർ കൊണ്ടാണ് ഈ പിക്ചർ നമ്മൾ ചെയ്തെടുത്തത്. പിന്നെ നമ്മൾ പുതിയൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വർക്കിഡിന് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ, ബൈ.